റീച്ച് വേൾഡ് വൈഡ് എന്ന് പറയുന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി തുടങ്ങിയതല്ല. മനുഷ്യരുടെ ആവശ്യം കണ്ടപ്പോൾ എന്റെ പപ്പായുടെ ഹൃദയത്തിൽ ചെറുതായിട്ട് തുടങ്ങിയ ഒരു ആഗ്രഹമാണ് ഒരു പിടി അരി ഒരുപാട് ജീവൻ. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വളർന്ന് സ്പോൺസർ ചൈൽഡായി, വൺ മോർ വിഷായി. ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് റീച്ച് വേൾഡ് വൈഡ് മൊത്തം വോളണ്ടിയേഴ്സ് ആയിട്ടും ഞങ്ങളുടെ CFOയും എന്റെ പിതാവ് മാത്യു കുറുവിള, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഈ കാണുന്നതും ചെയ്യുന്നതും എല്ലാം. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും അപേക്ഷ രോഗികൾ ആരും ഉണ്ടാകരുത് എന്നുള്ളതാണ്. ഇത് റിസർച്ചിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട് മാറണം. ഒരു രോഗിയും ഇവിടെ ഇപ്പോഴില്ല, രോഗം നമുക്കാർക്കുമില്ല. റീച്ച് വേൾഡ് വൈഡിൻ്റെയും ക്യാൻസർ കെയർ റിസർച്ച് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ എറണാകുളം മെഡിക്കൽ കോളേജിൽ നടന്ന ഈ ഫംഗ്ഷന് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു ക്യാൻസർ രോഗി എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും നിരാശയായിരിക്കുന്ന ഒരു വ്യക്തികളാണ് ക്യാൻസർ രോഗികൾ. കാരണം അവർ വീട്ടിൽ നിരാശ, നാട്ടിൽ നിരാശ, അവരുടെ ജീവിതത്തിൽ നിരാശ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്. ഈ ജീവിതത്തിൽ ഒരിക്കൽ ഇദ്ദേഹം ഒരു രണ്ട് മണിക്കൂർ ഒന്നും അറിയാണ്ട്, യാതൊരു ചിന്തകളുമില്ലാണ്ട് രോഗങ്ങളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ എല്ലാം മറന്നുപോയി. അത് ഏറ്റവും നല്ലത്. എന്നെപ്പോലെ ഞാനൊരു രോഗിയാണ്. അതേമാതിരി ഇവിടെ വന്നിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും ക്യാൻസർ രോഗികളാണ്. അവർക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം പകർന്നിടത്തൊരു കാര്യമായി ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ അസുഖം ഞങ്ങൾക്ക് ഉണ്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ആ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല എൻജോയ് ചെയ്തിട്ടിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സ്വയം മറന്നു ഞാൻ. വേൾഡ് വൈഡിന്റെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയുള്ള ഈ മഹാ ഇവന്റിൽ പാർട്ടാവാൻ സാധിച്ചില്ല. ഞാൻ അഭിമാനിക്കുന്നു. ഇന്ന് ഇവിടെ വൺ ഡേ പ്രോഗ്രാമാണ് സംഘടിപ്പിക്കുന്നത്. ഫസ്റ്റ്ലി ഐ ലൈക്ക് ടു താങ്ക് റീച്ച് വേൾഡ് വൈഡ് ഫൗണ്ടേഷൻ ഫോർ ഹാവിംഗ് ഡൺ ദിസ് വെരി ഗുഡ് ഗെസ്റ്റർ. കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ കഴിഞ്ഞ നവംബർ 2016 തൊട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ വലിയ ഒരു ടാർഗറ്റാണ് വെച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി എല്ലാ സംഘടനകളുടെ ഹെൽപ്പും വേണ്ടിയതോറും തീർച്ചയായും വരുന്ന 3-5 കൊല്ലത്തിൽ നമ്മൾ ഈ വലിയ ഒരു ദൗത്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ റീച്ച് വേൾഡ് വൈഡ് ഫൗണ്ടേഷനുടെ മുഴുവൻ ഹെൽപ്പും ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു വൺസ് അഗൈൻ.